ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് കന്യാകുമാരിയിലാണ്. അവിടെ നമ്മൾ വിവേകാനന്ദ റോക്ക് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊരു 8ന്റെ പണി കിട്ടി ഗൈസ്. ഇവിടെ വന്ന ദിവസം ഒന്നാമത് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അതുകൂടാതെ ഇന്ന് അമാവാസി ആയതുകൊണ്ട് വേലി ഇറക്കായതുകൊണ്ട് രാവിലെ 8 മണിക്ക് ആരംഭിക്കേണ്ടുള്ള ബോട്ട് സർവീസ് 11 മണിക്ക് ആരംഭിക്കത്തുള്ളൂ. ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ പിന്നെ 8 മണിക്ക് വന്നിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് വീട്ടിൽ ഒരു 10 മണിക്ക് വന്നപ്പോൾ തന്നെ ക്യൂ സ്റ്റാർട്ടായി. നല്ല തിരക്കുണ്ട്. ഇവിടെ നമ്മൾ സ്പെഷ്യൽ ക്യൂവിലാണ് നിൽക്കുന്നത്. പെർ ഹെഡ് 300 റുപ്പീസാണ് എൻട്രി ഫീ ആയി വരുന്നത്. ഇവിടെ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്യൂ 75 റുപ്പീസാണ് പെർ ഹെഡ് എൻട്രി ഫീ ആയി വരുന്നത്. അവിടെ കണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികൾ തന്നെ, സൺഡേ ആയിട്ട് സ്കൂൾ കുട്ടികൾ തന്നെ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തിരക്ക്, ഭയങ്കര വെയിലും. ഇപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. നമ്മളവിടെ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം കുറച്ച് പേരെ അവർ ഡയറക്റ്റായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടിഞ്ഞ് വരാം. ഇനി ഡയറക്റ്റ് പോയി ബോട്ടിൽ കയറിയാൽ മതി. മറ്റേ 75 റുപ്പീസിൻ്റെ ക്യൂ ആണെങ്കിൽ അകത്ത് കുറച്ച് റൗണ്ട് ചെയ്തതിന് ശേഷമേ ഇങ്ങോട്ട് വരാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഉണ്ട്, നല്ല വെയിലുണ്ട്. ഒരു ഏകദേശം ഒരു 11-11:30 ടൈം ആയിട്ടുണ്ട്. നല്ല വെയിൽ. നമുക്ക് ഏപ്രിൽ മാസത്തെ വെയിൽ അറിയാമല്ലോ. ഇല്ല, March 31 ആണ്, മാർച്ച് ലാസ്റ്റാണ് ഞങ്ങൾ പോയത്. ഇവിടെ നോക്കിയാൽ വിവേകാനന്ദ റോക്കും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. സൂപ്പർ വ്യൂ, നല്ല രീതിയിൽ നമുക്ക് കാണാം. അങ്ങനെ ഇവിടെ പിന്നെ ക്യൂ ഉണ്ട്. ഇവിടെ 2 സെപ്പറേറ്റ് ജെൻസിനും ലേഡീസും ബോട്ടിൽ കയറാൻ വേണ്ടി സെപ്പറേറ്റ് ക്യൂ നിൽക്കണം. ഈ കിടക്കുന്ന ബോട്ടല്ല, ആ ദൂരെ നിന്ന് ഒരു ബോട്ട് വരുന്നുണ്ടല്ലോ, ആ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ആ ബോട്ട് ഇപ്പോൾ അടുക്കും. അതിൽ ആളുകൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ക്യൂ ആയി 2 സൈഡിൽ കൂടെ ക്യൂ ആയി കയറണം. അങ്ങനെ നമ്മൾ ബോട്ടിലോടത്തോട്ട് കയറുകയാണ്. മറ്റേ ബോട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കയറുകയാണ്. ലൈഫ് ജാക്കറ്റ് പുറത്ത് സൂക്ഷിച്ചിരിക്കും. അതെടുത്ത് വേണം നമ്മൾ ഓരോരുത്തരും ലൈഫ് ജാക്കറ്റ് എടുത്ത് വേണം നമ്മൾ ബോട്ടിൽ കയറാൻ. അങ്ങനെ നമ്മൾ ഒരുവിധം ആമിക്കുട്ടിയും വൈഫും ഉണ്ട്. അങ്ങനെ ഒരുവിധം അവർക്ക് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇത്രയും വെയിലത്തകയെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒരുവിധം നമ്മൾ ചാടിപ്പിടിച്ച് ബോട്ടിൽ കയറി അങ്ങനെ ഇരിപ്പായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് നീങ്ങി തുടങ്ങുകയാണ്. നമ്മളെ സ്രാങ്ക് അവിടെ ഉണ്ട്. ബോട്ടിൽ എനിക്ക് തോന്നുന്നൊരു 100-150 ആൾക്കാരെങ്കിലും കാണും. ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാൻ പോയി. ഒത്തിരി പേര് സ്റ്റാൻഡിങ് ഉണ്ട്. തന്നെ തിരക്കായുള്ളതുകൊണ്ട് തന്നെ തോന്നുന്നു എല്ലാവരെയും കുത്തി ഇറച്ച് കൊണ്ടുപോകാൻ അവർ പ്രത്യേകം പറയുന്നുണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവരും ധരിക്കണം. എല്ലാവരും വെറുതെ റഷായിട്ട് വെറുതെ ഒന്ന് ഇട്ടിരിക്കുന്നേ ഉള്ളൂ ലൈഫ് ജാക്കറ്റൊക്കെ. അങ്ങനെ നമ്മളെ ബോട്ട് നീങ്ങുകയാണ്. നമുക്കിവിടെ നോക്കിയാൽ തന്നെയാണ് നല്ല അടിപൊളി വ്യൂ ആണ്. തിരുവള്ളൂർ പ്രതിമ, ഗ്ലാസ് ബ്രിഡ്ജ്, വിവേകാനന്ദ പാറ, നല്ല വ്യൂ ആണ്. അങ്ങനെ ബോട്ട് വിവേകാനന്ദ പാറയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. കരയ്ക്ക് അടുപ്പിക്കുകയാണ്. നമുക്ക് അവിടെ വേറെ ആൾക്കാർ ഇത് കണ്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകാൻ നിൽക്കുന്നവരെ കാണാം. നമ്മൾ അങ്ങനെ എല്ലാവരും ഇറങ്ങുകയാണ്. എല്ലാവരും ഇറക്കിയതിന് ശേഷം ലൈഫ് ജാക്കറ്റ് അവിടെ ഒരു ബിൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ കൊണ്ട് സേഫായി വെക്കേണ്ടതാണ്. നമുക്ക് വിവേകാനന്ദ റോക്കിൽ കയറണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 30 റുപ്പീസാണ് എൻട്രി ഫീ ആയി വരുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാം. ചെരുപ്പ് ഇവിടെ അകത്ത് ഫ്രീ ആയി സൂക്ഷിക്കും. ഇവിടെ നല്ല തിരക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിലേക്ക് ചെരുപ്പ് ഊരിയിട്ട് വയ്ക്കാവുന്നതാണ്. അങ്ങനെ വൈഫ് ആമിക്കുട്ടി ഞങ്ങൾ വിവേകാനന്ദ റോക്കിലേക്ക് കയറുകയാണ്.
ഇതാണ് വിവേകാനന്ദ മണ്ഡപം. നമുക്ക് അതിൻ്റെ നേരെ എതിർവശത്തുള്ളതാണ് ശ്രീവാദ മണ്ഡപം. ഇതിനകത്ത് ദേവി കന്യാകുമാരിയുടെ നിന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാൽപാദത്തിൻ്റെ രൂപം അതിനുള്ളിലെ ഒരു പാറയിലുണ്ട്. ഇതിൻ്റെ അകത്ത് ഫോട്ടോ വീഡിയോ നിലവിടല്ല. അങ്ങനെ നമ്മൾ വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് കയറുകയാണ്. ഈ വൈറ്റ് പൂശിയിരിക്കുന്നിടത്തോട് ചവിട്ടി കയറിയാൽ കാലിൽ വലിയ ചൂട് അനുഭവപ്പെടത്തില്ല, അല്ലെങ്കിൽ നല്ല ചൂടാണ്. അപ്പം മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ്. തിരുവള്ളൂരിൻ്റെയും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം അടിപൊളി വ്യൂ ആണ്. നമുക്ക് വിവേകാനന്ദ മണ്ഡപത്തിനകത്ത് തന്നെ വീഡിയോ ഫോട്ടോയൊന്നും എടുക്കാൻ അലൗഡല്ല. അങ്ങനെ ഞാനും മോളും വൈഫും കൂടെ ചേർന്ന് കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന് അകത്തേക്ക് കയറുകയാണ്. എൻട്രി ഫീ ഒന്നുമില്ല, തികച്ചും സൗജന്യമായിട്ടാണ്. ഇത് കന്യാകുമാരി സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ പാറ മുതൽ നമ്മുടെ തിരുവള്ളൂർ സ്റ്റാച്യു വരെ സഞ്ചാരികൾക്ക് കടലിന് മുകളിലൂടെ നടക്കാൻ ഗ്ലാസ് ഫൈബർ കച്ച് പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കന്യാകുമാരി തിരുവള്ളൂർ പ്രതിമ സ്ഥിതി ചെയ്യുന്നതിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പുതിയ ഗ്ലാസ് പാലം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ഈ പാലത്തിന് 37 കോടി രൂപയാണ് ചിലവ് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കടൽക്ഷോഭത്തെയും കടൽക്കാറ്റിനെയും പ്രതിരോധിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സഞ്ചാരികൾക്ക് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെയും വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ എല്ലാം സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. മറ്റേത് വിവേകാനന്ദ പാറയിൽ നിന്നും ബോട്ട് മാർഗം വഴിയേ തിരുവള്ളൂർ സ്റ്റാച്യുവിലേക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ പാലം വന്നതുകൂടി അത് സഞ്ചാരികൾക്ക് സുഗമമായി ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് സ്റ്റാച്യുവിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് അതിമനോഹരമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ സൗന്ദര്യവും സ്ട്രക്ചറും എല്ലാം ആധുനിക മോഡലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ ഉള്ളിൽ അകവശത്തേക്ക് കയറാം. അങ്ങനെ സ്റ്റാച്യുവിനകത്തോട്ട് കയറുകയാണ്. കയറുമ്പോൾ നല്ല ഇവിടെ നോക്കുക, അടിപൊളി വ്യൂ ആണ്. നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സൂപ്പർ വ്യൂവും വിവേകാനന്ദ മണ്ഡപവും അടിപൊളിയാണ്. നല്ലൊരു വ്യൂ ആണ്. നല്ല കിളിവാതിൽ പോലെ ഇവിടെ എല്ലാം ഉണ്ട്. ഇതിനകത്ത് നല്ല വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. ഫുൾ പാറയാണ്. ഒരു സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോകണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വൈഫും മാമിയും കുട്ടിയും കുഴഞ്ഞെന്ന് തോന്നുന്നു അങ്ങനെ കയറി വരികയാണ്. അങ്ങോട്ട് പോകാനുള്ള വഴിയെല്ലാം അവിടെ ഒരു മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കോണിപ്പടി കയറി മുകളിലോട്ട് ചെല്ലണം. മുകളിലോട്ട് അങ്ങോട്ട് കയറുമ്പോൾ സൂപ്പർ വ്യൂ ആണ്. നല്ല കാറ്റും അടിപൊളി. ഇവിടെ നിന്നാണ് സ്റ്റാച്യു തുടങ്ങുക. നമ്മൾ സ്റ്റാച്യുവിൻ്റെ അടിവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് അടിപൊളി ഭീമാകാരൻ സ്റ്റാച്യു. സൂപ്പർ അടിപൊളി വ്യൂ ആണ്. പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇവിടെ. നല്ല കാറ്റും സൂപ്പറാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ പ്രതിമയുടെ യഥാർത്ഥ വലിപ്പം മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. മേളിൽ നല്ല ചൂടായിരുന്നു. പിന്നെ ഈ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആമിക്കുട്ടിക്ക് അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളും വെയിലും ഉണ്ട്, നല്ലൊരു ക്ഷീണമൊക്കെ ഉണ്ട്, വിശപ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റൂമിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഒന്നുകൂടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി സൂപ്പർ നല്ല വ്യൂ ആണ്.
അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് കയറുകയാണ്. ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് തിരിച്ച് ബോട്ടിൽ കയറുന്നതിന് കുറച്ച് നല്ല ക്യൂ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കന്യാകുമാരി ഇവിടെ പറയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു.